ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ അവസാനത്തെ ഭാഗം 696 പേജ് തുടങ്ങി. സിദ്ധഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മന്ത്രങ്ങൾ. ജീവകാന്ത ശക്തി യന്ത്രം ഗോരഖ് സിദ്ധൻ്റെ ബ്രഹ്മജ്ഞാന ദർശനത്തിലുള്ളതാണ്. ജീവൻ, പ്രാണൻ തുടങ്ങിയ ദശാംഗങ്ങളും എഴുതി പ്രാണപ്രതിഷ്ഠ ചെയ്യണം. മാലാവതി, മാധവി, രത്നമാല, സുശീല, ശശികല, പാരിജാത, പരാവതി, സുന്ദരി എന്നീ അഷ്ടശക്തികളെയും അഷ്ടദളങ്ങളിൽ സ്ഥാപിച്ച് പൂജിക്കണം. കുണ്ടലിന് ശക്തിയും നൽകണം. എന്നാൽ ഈ ചക്രം ഇരിക്കുന്നിടത്ത് ജീവകാന്ത ശക്തിയുടെ പ്രസരണമുണ്ടാകും. ഭൂമി, ജലഭൂതത്വങ്ങളുടെ കുറവ് മൂലമുള്ള സർവ്വരോഗങ്ങളും ശമിക്കും. 1. സൂര്യഗായത്രി. ഓം ഭാസ്കരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്ന സൂര്യപ്രചോദയാത്. 2. ദേവിമാത്രം. ഓം അം നം ലം ലിങ് കങ് ടങ് റങ് ഷിങ് ലങ് ലാലികം കം റീം ക്ലീം സ്വാഹ. ഗോരഖ്നാഥ് മന്ത്രജപം. ജ്ഞാനപ്രകാശ ജ്യോതി കാണാൻ. ആം നം വാശി പ്രാണായാമത്തിൽ. 4. ഭൂതബാധാശൂന്യങ്ങൾ അകറ്റാൻ. ഓം ലം ഷിം നം വം വാം ക്ലീം റീം ശ്രീം ഹ്രീം ഹരീം. ഇതിൻ്റെ യന്ത്രം ചെമ്പുതകരിലെഴുതി മന്ത്രം ജപിക്കണം. മാരണക്രിയ. കടുക്, ഉലുവ, ഓമം, വെളുത്തുള്ളി, കുരുമുളക് ഇവ 5 നന്നായി 3 മണിക്കൂർ സമയം അരച്ച് നല്ല കുഴമ്പാക്കി വെച്ച് ഐം ക്ലീം ശ്രീം എന്നെഴുതി തകിടിൽ നിറഞ്ഞ പകയുള്ള ശത്രുവിൻ്റെ പേരും നാളും ചൊല്ലി തേച്ച് നിമിഷത്തിനകം തീയിൽ കാണിക്കണം. അത് ഉടനെ കത്തി പുകയാൻ നീരാവിയും ഇല്ലാതാവും. പഞ്ഞിക്കെട്ടിൽ തീ പിടിച്ച പോലെ ശത്രു നശിക്കും. ശിവന് പോലും ഇതിനെ തടയാനാവുകയില്ല. ടങ് റിങ് റിങ് ആ ഉ എ ഓ എന്ന മന്ത്രം വാശിപ്രാണായാമം കൊണ്ട് പൂരകം ചെയ്ത് നിർത്തി ആഗ്രഹമുള്ള യുവതിയെ നോക്കി മനസ്സിൽ വിളിക്കണം. ആ യുവതി ആഗ്രഹത്തിൻ്റെ കൂടെ വരും. ഉടൈപ്പേയ് കുറിഞ്ച എന്ന ചെടിയുടെ വേരെടുത്ത് അരച്ച് പശുവിൻ പാലിൽ കലക്കി കുടിക്കണം. എന്നിട്ട് സ്ത്രീയെ സ്നേഹത്തോടെ സന്തോഷിച്ച് ഭോഗിക്കണം. എത്ര സമയം കഴിഞ്ഞാലും ശുക്ലം വിസർജിക്കില്ല. സ്ത്രീയുടെ ആഗ്രഹം സാധിപ്പിച്ചതിന് ശേഷം ഭക്ഷണം, പാനീയങ്ങൾ, വസ്ത്രം, ആഭരണം, പണം എല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് അവളുടെ വീട്ടിലെത്തിക്കുന്നു. ഈ പേയ്ക്കുറിഞ്ച ഇക്കാലത്തും എല്ലാ ദമ്പതികളും സന്തോഷിപ്പിക്കുന്നു. ചന്ദ്രരേഖൈ 200 142 ശ്ലോകത്തിൻ്റെ കഥയാണ് ആ പറഞ്ഞത്. ഇനി മാന്ത്രികതണ്ട്. അവനവൻ്റെ മുഖത്തിൻ്റെ നീളമോ ശിരസ് മുതൽ കഴുത്തിൻ്റെ താഴെ വരെയോ പൊക്കിൾ വരെ നീളവും തള്ളവിരൽ വണ്ണവുമുള്ള ഒരു ദണ്ട് കരിങ്ങാൽ കൊണ്ട് ഉഴിഞ്ഞെടുത്ത് അതിനെ പാലിലും തേനിലും പനിനീരിലും ശുദ്ധജലത്തിലും ശുദ്ധി ചെയ്ത് അതിൻ്റെ സഹസ്രാരത്തിലും മൂലാധാരത്തിലും ശുദ്ധമായ ചരട് കൊണ്ട് കെട്ടുക. മറ്റ് ചക്രങ്ങളുടെ സ്ഥാനങ്ങൾ മനസ്സിൽ കണ്ടുകൊള്ളണം. സഹസ്രാരം മുതൽ മൂലാധാരം വരെയും ശേഷവും കണക്കാക്കി ഓരോ ചക്രങ്ങളും അതാതിൻ്റെ മന്ത്രങ്ങൾ 108 വീതം പ്രാണപ്രതിഷ്ഠ ചെയ്ത് ദണ്ഡിനെ 108 തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത് വെച്ചാൽ അതൊരു മാന്ത്രിക ദണ്ഡാവും. കാളിമന്ത്രം ഒരു യഥാർത്ഥ യോഗി ഗുരുവിൽ നിന്നും മൂലാധാരത്തിൽ ദീക്ഷ ചെയ്ത് വാങ്ങി 3 ലക്ഷം ജപിക്കണം. ജപിക്കുമ്പോഴാണ് മാന്ത്രിക ദണ്ഡ് ദേഹത്ത് ചേർത്ത് വയ്ക്കണം. 30,000 സംഖ്യ ഹോമവും 3,000 സംഖ്യ ചെത്തിപ്പ്, ചെമ്പരത്തി എന്നിവ കൊണ്ട് പൂജയും കാളിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളെ കൊണ്ട് നിവേദ്യവും നൽകണം. 300 സംഖ്യ കുരുതി തർപ്പണവും 30 പേർക്ക് അന്നദാനം ചെയ്യണം. ശേഷം കാളിയുടെ ഖഡ്ഗമാല മന്ത്രം ദീക്ഷ ചെയ്ത് വാങ്ങി 1008 ഒരു യഥാവിധി ജപിച്ച് അതിൻ്റെ ശക്തി മാന്ത്രിക ദണ്ഡിൽ ചേർക്കണം. ഈ മാന്ത്രിക ദണ്ഡ് കൊണ്ട് ഏത് ശത്രുബാധയും ആഭിചാരബാധയും ഉച്ചാരണം ചെയ്യാനാകും. ശത്രുവിനെ ബന്ധിക്കാനും ശത്രുകർമ്മികളെ താടിക്കാനും ഈ ദണ്ഡ് മതി. ആഗ്രഹിക്കുന്ന ശുഭകർമ്മങ്ങൾക്ക് ഇത് തന്നെ മതി. മാന്ത്രിക ദണ്ഡ് മൂലാധാരത്തോട് ചേർത്താണ് പിടിക്കേണ്ടത്. ദണ്ഡിൻ്റെ സഹസ്രാരം കൊണ്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ. മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് കയറ്റിയാൽ ബാധാദോഷങ്ങൾ അകറ്റാനും മറ്റനേകവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കാളി മന്ത്ര ജപശേഷം വെളിപ്പെട്ടത് ജനാർദ്ദനക്കുറിപ്പ്. ഇതോടെ ജ്യോത്സ്യനും കുണ്ടലിനി യോഗിയും പാരമ്പര്യ വൈദ്യനുമായ ശ്രീ കെ ജനാർദ്ദനക്കുറിപ്പ് രചിച്ച 17 കൽപ്പങ്ങളും 3 അനുബന്ധങ്ങളും കൂടിയ ബൃഹത് ഗ്രന്ഥം മന്ത്രസിദ്ധി തന്ത്രം പര്യവസാനിച്ചു. അങ്ങനെ ഈ 2020 എന്നുള്ള കൊല്ലം ഇതോടുകൂടി അവസാനിക്കുന്ന ഈ പുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും വായിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മാന്ത്രിക വിധി അറിയുന്നവർക്കൊക്കെ താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കും. അതിനുശേഷം മുദ്രകൾ കൊടുത്തിട്ടുണ്ട്. 36 മുദ്രകളെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ജനാർദ്ദനക്കുറിപ്പിൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിശോധിച്ച ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പബ്ലിഷ് ചെയ്ത ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് അത് 36 ജ്യോതിഷ പുസ്തകങ്ങളും പിന്നെ ഒരു 3 മറ്റു പുസ്തകങ്ങളും കുണ്ടലിനി യോഗയിൽ 23 എണ്ണവും ചേർത്തിട്ട്
ഉള്ളൊരു പുസ്തകങ്ങളുടെ ലിസ്റ്റ് ജനാർദ്ദനക്കുറിപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് കേൾക്കുന്നവർ ഇവിടുന്ന് ദീക്ഷ വാങ്ങാം, മന്ത്രദീക്ഷ വാങ്ങാം. കുണ്ടലിനി യോഗ ദീക്ഷ അതിൻ്റെ പരിശീലനമുണ്ട്. അതുകൊണ്ട് വെറുതെ എല്ലാവർക്കും എടുക്കാവുന്നൊരു ഒരു അതീന്ദ്രിയ ധ്യാനം, അതീന്ദ്രിയ ധ്യാനത്തിൻ്റെയും വാശിയോഗത്തിൻ്റെയും സൂപ്പർലേറ്റീവായിട്ടുള്ള പരിശീലനങ്ങൾ, സമാധി വരെ എത്താവുന്ന പരിശീലനങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഏലസുകളും മന്ത്രങ്ങളൊക്കെ. നമഃശിവായ. ഇതോടെ മന്ത്രസിദ്ധി തന്ത്രത്തെ പറ്റിയുള്ള ഈ ഓഡിയോകൾ കഴിഞ്ഞു. നമഃശിവായ, നമഃശിവായ, നമഃശിവായ.